ഹലോ ഗൈസ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ബോംബെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ. ഞാൻ നമ്മുടെ നോൺ വെജ് എല്ലാ ടൈപ്പിലും ഫുഡ് കിട്ടുന്നതാണ്. അല്ല നമ്മുടെ വടാപ്പാവ്, പാവ് ബജി, പിന്നെന്താ പിന്നെ കുറേ ടൈപ്പ് സ്വീറ്റ്സ്, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും കാര്യങ്ങളും. പിന്നെ റിവ്യൂ ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. അപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രാഫിക് ഉണ്ട്, നമ്മൾ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ക്യാമറയൊക്കെ കുറച്ച് ശോകമായിട്ടിരിക്കും. എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. ഇതാണ് ഗൈസ് അവസ്ഥ. നല്ല ട്രാഫിക്കാണ് ഈ ഒരു ടൈം ആകുമ്പോൾ. എന്തായാലും ഇന്ന് സൺഡേ ആണ്, ഞാൻ സൺഡേ ഇപ്പം പോകുന്നത്. സാറ്റർഡേ സൺഡേ ആയിരിക്കും നമുക്ക് മെയിനായിട്ടും പോകാനുള്ള ടൈം കിട്ടുന്നത്. ഇതാണ് കേസ് നമ്മുടെ കട വരുന്നത്, ബോംബെ ഫുഡ് ഫാക്ടറി. ഇതാ ഏരിയ ഇപ്പോൾ എവിടെ നോക്കിയാലും സെയിം ഏരിയ തന്നെ കിട്ടണം. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ കാര്യമൊന്നുമില്ല. അകത്ത് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് നല്ല ഫുഡൊക്കെ ട്രൈ ചെയ്യാം, സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത വടാപ്പാവും പാനിപ്പൂരിയും വന്നിട്ടുണ്ട്. ഇതാണ് പാനിപ്പൂരി, ഇത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ നമ്മുടെ വടാപ്പാവ് മുളക് മൊളി വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് വട ഇരിക്കണം. പിന്നെ നമ്മുടെ പുതിന ചട്നിയും പിന്നെ ചില്ലി പേസ്റ്റ് വേണമെന്ന് തേച്ചേക്കണം. അപ്പം ഇതാണ് ഗൈസ്. ഇനി നമ്മുടെ പാനിപ്പൂരി കഴിക്കുന്നതായിരിക്കും. ഇങ്ങനെ വരും. നമ്മുടെ പാവ് ബജി വരുമ്പോൾ കാണിക്കുന്ന ഇടയും പാവ് ബജി കുറച്ചുകൂടി ഗ്രേവി ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് സാധനം സെറ്റ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം, വേണമെങ്കിൽ പിന്നെ പറയാമല്ലോ. അങ്ങനെ നമ്മുടെ പാവ് ഭാജി വന്നിട്ടുണ്ട്. ചീസി പാവ് ഭാജിയാണ് പറഞ്ഞേക്കണേ. ഞാൻ എല്ലാം കൂടി ഇട്ട് ഇളകുന്നില്ല. കണ്ണ് കുറച്ചെടുത്തിട്ട് നമ്മുടെ ചീസി ആ ഗ്രേവിയിലോട്ട് മുക്കി എടുക്കുക സാധനം. ഇനി നമുക്ക് കുറച്ചുകൂടി ആ നാരങ്ങ നീരും കൂടി ഒഴിച്ചപ്പോൾ കുറച്ചെടുക്കുക. ഇതാണ് ആ ലുക്ക്. എൻ്റെ ഉള്ളി പോയി. ഉള്ളി വേണം, മെയിനാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു സാധനം. ഒരു ബണ്ണും കൂടിയും പറയണമെന്നുണ്ട്. ഒരു ബണ്ണും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാവും. എന്നാലേ ഈ ഗ്രേവി തീരുള്ളൂ, അല്ലെങ്കിൽ ഗ്രേവി തീരൂല. എങ്ങനെയുണ്ട് മേ സാധനം? ഇതാണ് നമ്മുടെ ബേൽപൂരി. അത്യാവശ്യം നല്ല പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇത് വെർത്താണോ എന്ന് കഴിച്ചിട്ട്. കുറച്ച് ഡ്രൈ അല്ലേ? കുറച്ച് ഡ്രൈ ആണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് സാധനം. പക്ഷെ ഞാൻ മസാലപ്പൂരി പറഞ്ഞായിരുന്നു അതിലോട്ട്. പക്ഷെ അവർ പറഞ്ഞു ഡ്രൈ ആയിരിക്കണം. അതിനകത്ത് ലിക്വിഡും അങ്ങനത്തെ പാനിയും പിന്നെ നമ്മുടെ സ്വീറ്റായിട്ടുള്ള ലിക്വിഡൊന്നും ഒഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് മേടിച്ച് കഴിഞ്ഞാൽ ശോഭമായിരിക്കും. എന്നാൽ പിന്നെ ഒരു ബേൽപൂരി പറഞ്ഞു. ഒരു വായം കൂടി വെച്ചു. കൊള്ളാം കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കുറച്ച് മധുരത്തിലേക്ക് കടയാം. കുറച്ച് ലിക്വിഡായിട്ടുള്ള കുൽഫി, പിന്നെന്താ ജിലേബി, റബഡി എന്നൊക്കെ പറയുന്നത് എന്തോ സാധനങ്ങൾ എല്ലാം വരുമ്പോൾ അറിയാം. ഇത് നമ്മുടെ മലായ് കുൽഫി. പിന്നെ അതിൻ്റെ ചുറ്റിനും ഒരു കുൽഫി ടേസ്റ്റേ വരണം. എനിക്കറിയില്ല എന്തോ മലായ് കുൽഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അറിയാവുന്നൊരു കമൻറ്റ് സെറ്റാണ്. നമ്മുടെ ജിലേബി റാബഡി വന്നിട്ടുണ്ട്. ജിലേബി റാബഡി അത്യാവശ്യം നല്ല തിക്കാണ്. നമ്മുടെ ജിലേബി നല്ല കട്ടിയുണ്ടോ ഇതെടുത്ത്. എന്നാ സാധനമല്ലേ, വിഷയ സാധനം. മധുരം കൊണ്ട് ആറാട്ടാണ്. മധുരം കൊണ്ട് ആറാട്ട്. ഇന്നെന്തെങ്കിലുമൊക്കെ കയറി പിടിക്കും.
നമ്മുടെ ജിലേബി റാബ്ഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് തിക്കാണ് നമ്മുടെ ജിലേബി. ഇത് വെള്ളം കേട്ടാ, പക്ഷെ ഭയങ്കര മധുരം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ്. തീറ്റയും കലപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയും ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. ക്ഷീണിച്ച് ഗൈസ്, ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ബോംബെ ചെന്ന് ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഷാർജ അല്ലേ, ബോംബെ അല്ലേ? കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഔട്ടർ എന്ന് പറയാനാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഒരു ഓതൻറ്റിക് ബോംബെ ഫുഡിൻ്റെ, സ്ട്രീറ്റ് ഫുഡുകളുടെ ഫീല് കിട്ടുകയാണെങ്കിൽ നേരെ ബോംബെ ഫുഡ് ഫാക്ടറി പോയാൽ മതി. പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. പിന്നെ ആവറേജ് ആണെങ്കിൽ ആവറേജ് ആണെന്നും പറയും. ഇത് പക്ഷേ നൈസായിരുന്നു ഗൈസ്, ഈ മോശമൊന്നും പറയാനില്ല, നല്ലതായിരുന്നു. അപ്പം ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് അടുത്ത ആഴ്ച വരണമെന്നാണ് ആഗ്രഹം. നമുക്ക് സെറ്റ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇറക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടിയും നൈസായിട്ട് ഇറക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞായിരുന്നു, ഫുഡ് ചലഞ്ചും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് സെറ്റാക്കാം, നോക്കാം. അപ്പം ബൈ ഗൈസ്.